ഓക്കെ. ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ എക്കോ സിനിമ റിലീസ് ആവുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എക്കോ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ആഴ്ച മെയിൻ ആയിട്ട് മലയാളത്തിൽ 2 സിനിമ റിലീസ് ആവുന്നത്. ഒന്ന് എക്കോ, ഒന്ന് നമ്മൾ പൃഥ്വിരാജ് കുമാറിന്റെ വിലായത്തുത്ത. എക്കോയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോയുടെ ട്രെയിലർ വരുന്നവരെ അത് ഏത് ജോണറിലുള്ള ഫിലിമാണെന്ന് അറിയില്ല. ഇപ്പോഴും എല്ലാ വിവരങ്ങളും പുറത്തല്ല, അതൊരു മിസ്റ്ററി ഫിലിം ആണെന്ന് ഇന്ന് വന്ന ട്രെയിലർ ഉൾപ്പെടെ തെളിയിക്കുന്നുണ്ട്. അപ്പൊ എക്കോ എന്നുള്ളതിന്റെ അടിയിൽ ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ലൈൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ സിനിമ ഈ ബാഹുൽ രമേശിന്റെ സ്ക്രിപ്റ്റിലത്തെ അനിമൽ ട്രിലോഗിയുടെ ലാസ്റ്റ് ഫിലിം ആണെന്ന് പറഞ്ഞു. അതായത് കിഷ്കിന്ധാകാന്തം, KCF, ഇത് ഈ സിനിമയും. അപ്പൊ കിഷ്കിന്ധാകാന്തത്തില് കുരങ്ങന്മാരുടെ ഇതും KCF-ല് നായ്ക്കളുള്ളതും വന്ന മാതിരി ഇതിലും ട്രെയിലറിൽ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ സിനിമയുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സന്ദീപ് പ്രദീപ് അടക്കളത്തിന് ശേഷം നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന സിനിമ. അതേപോലെ തന്നെ വിനീത്, സന്ദീപ് കഴിഞ്ഞ മേജർ ക്യാരക്ടർ വിനീതാണ്. പിന്നെ അശോകൻ, നരേൻ, ബിനു പപ്പു തുടങ്ങിയവരൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് അന്യഭാഷ ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതൊരു മലേഷ്യൻ കണക്ഷൻ സിനിമയുടെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ എക്കോ എന്നാണോ ഇക്കോ എന്നാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവരെന്നെ പറഞ്ഞു എക്കോ എന്നാണെന്നുള്ളത്. അപ്പൊ സിനിമയുടെ ക്രൂവിന്റെ കാര്യം എടുത്തു പറയണം. റൈറ്റർ DOP ആയിട്ടുള്ള ബാഹുൽ രമേശ്, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. കാരണം ഒരു സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടാവണത് ഒരു റൈറ്ററെ മനസ്സിലാണല്ലോ. അപ്പൊ അയാള് തന്നെ വിഷ്വല് പകർത്തെന്ന് പറയുമ്പോ തന്നെ അത് നമുക്ക് ആ ട്രെയിലർ തന്നെ കാണട്ടോ. അത്ര രസമായിട്ടാണ് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാഹുലാണ് ഇടയ്ക്ക് കട്ട് പറയണതും ചെയ്യാൻ പറയണതും 1 more പറയണതും ഇടയ്ക്ക് ബാഹുലാണ്. കാരണം ക്യാമറ പിന്നിൽ ആളിരിക്കുന്നുണ്ട്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ 3ാമത്തെ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ ദിനിജിത്തിന്റെ 3ാമത്തെ വർക്കാണ്. ഫസ്റ്റത്തെ കക്ഷി അമ്മിപ്പിള്ളായിരുന്നു. 3ാമത്തെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ആദ്യം എഴുതിയത് ഇതാണെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. അതായത് ഒരു കൊറോണ ടൈമിലൊക്കെ എഴുതിയിട്ട് പിന്നെയാണ് മറ്റു സിനിമകൾ ഉണ്ടായത്. അല്ല, എന്തായാലും KCF-ക്ക് ലീഡ് ഉണ്ടായെന്നാ പറഞ്ഞു. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പൊ ദിൻജിത്തിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമ. അപ്പോ ആദ്യത്തെ 2 സിനിമ ആസിഫ് അലി ആയിരുന്നു. ഇപ്പൊ കക്ഷി അമ്മിണിപ്പിള്ള ആണെന്നുണ്ടെങ്കിലും കിഷ്കിന്ധാകാന്താണ്. 2 നല്ല സിനിമ തന്നെ. 2 നല്ല സിനിമ. നമ്മൾ അടുത്തതൊരു വലിയ കാസ്റ്റിലേക്ക് പോകുന്നതാണ്. അതെ അതെ. അത് ഞാൻ സന്ദീപ് പ്രദീപ് കിഷ്കിന്ധാന്തൻ ടീമിന്റെ ഒപ്പമാണ് അടുത്ത പടം എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. അത് അവരോട് ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ അവരും പറഞ്ഞു, ആക്ച്വലി നമ്മൾ അതിന് പകരം ചെറിയൊരു സിനിമ നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതെ, കണ്ടന്റാണ് മെയിൻ ആയിട്ട് കാണുമ്പോഴും അവരെപ്പോഴും സ്ക്രിപ്റ്റ് എന്നാ പറയുന്നത്. അത് സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ഈ ബാഹുലിന്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ട്. അതായത് അനിമൽസിനെ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു ഇമോഷൻ ഉണ്ട്. അതില് KCF എടുത്ത് പറയണം, ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷന്റെ മുകളിലാണ് അതുപോലെ ഒരു സാധനം ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു. പിന്നെ ഒരു ടെറൈൻ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി നമ്മളെ അത്രയും അടിപൊളിയായിട്ട് അത് മിസ്റ്ററി കൂടി ഡീൽ ചെയ്യാൻ പറ്റിയ, അതുപോലെ തന്നെ ഇലവിഴപ്പൂഞ്ചിറൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വലായിരുന്നു. ഇവരിങ്ങനെ പറയുമ്പോ ടെറൈനെ പറ്റിട്ടാ പറഞ്ഞത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അത് സന്ദീപ് പറഞ്ഞല്ലോ, അതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോ ദയാണ് പറഞ്ഞു നോക്കുമ്പോ ഒരു ദേഷ്യം വന്ന് ആ പറഞ്ഞ ആളെ ഇടിക്കാൻ തോന്നി. അത്ര കഷ്ടപ്പെട്ട് ചെയ്താണ്. അടുത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് എഡിറ്റിനെ പറ്റിയിട്ടാണ്. സൂരജ് നമുക്ക് നോക്കുകയാണെങ്കിൽ കിഷ്കിന്ധരൻ എഡിറ്റർ പുള്ളി തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളി അതിനു മുമ്പ് ആസിഫ് അലിയുടെ തലവൻ സിനിമ എഡിറ്റിയതുണ്ടായിരുന്നു. അപ്പോ അതെ, നല്ലൊരു ടെക്നിക്കൽ ക്രോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ മുജീബിന്റെ കാര്യം പറയുമ്പോ ഒരു എക്കോക്ക് ശേഷം റിലീസ് ആകാൻ പോകുന്ന കളങ്കാവലിൽ മുജീബാണ് മ്യൂസിക്കിൽ വരുന്നത്. ഒരു മ്യൂസിക് ക്ലൈമാക്സ് എടുക്കുന്നതോറും മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ എടുത്തു പറയുന്ന സാധനം രേഖാചിത്രമായിരുന്നു. അതിലെ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ സീനിലൊക്കെ കൊടുത്ത് BGM അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതായിരുന്നു. പുള്ളി ഒരു പ്രതീക്ഷ തന്നെയാണ് സത്യത്തില്. മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ വിഷ്ണു ഗോവിന്ദ് എന്നുള്ള പേര്. അതെ, ഓഡിയോഗ്രാഫി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ഞാൻ തൊട്ടിട്ട് കൊണ്ടു നടക്കുന്നതാണ്. എനിക്ക് ഇവരുടെ സിനിമയിൽ കിഷ്കിന്ധാകാന്ഡത്തില് സൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ആ കാറ്റടിക്കുമ്പോ ആ ശബ്ദം ഞാൻ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഇതും ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ ആ ഒരുപാട് എനിക്ക് അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ട്. വിഷ്വലും ഓഡിയോക്കും ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സിനിമ നവംബർ 21 റിലീസ് ആവാൻ പോവാണ്. അപ്പൊ നമുക്ക് നല്ലൊരു സിനിമ തന്നെ തീർച്ചയായിട്ടും നല്ല സിനിമ എക്സ്പെക്ട് ചെയ്യാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് ഓഡിയൻസിന്റെ കാര്യം. ഓഡിയൻസ് ഇത് ഒരു കിഷ്കിന്താന്തം പോലത്തെ ഒരു സിനിമയാണ്. സന്ദീപ് നായകനാവുന്ന കരുതിയിട്ട് ആലപ്പുഴ ജിംഖാന മാതിരിയോ പടക്കളമാതിരി ഒരു പടമാണെന്ന് കരുതരുത് എല്ലാവരും. പക്ഷെ ഇത് വളരെ നല്ലൊരു സിനിമ ആയിരിക്കും കണ്ടന്റ് വൈസ് മിക്കവാറും പെർഫോമൻസ് വൈസ്. കിഷ്കിന്തൊക്കെ കണ്ടാൽ പോലെ നല്ല ഓഡിയൻസിന്റെ ഫിലിം കാണാൻ പറ്റട്ടെ തന്നെ. ഓഡിയൻസ് മാറി എന്നുള്ളത് നമുക്ക് DRCയിൽ വന്നപ്പോ മനസ്സിലായി. തിയേറ്ററുകാരും അല്ല, അത് അന്ന് തിയേറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആര് ശല്യം ചെയ്തിരുന്നത്. ആക്ച്വലി അത് ഓൾമോസ്റ്റ് എല്ലാ സിനിമകൾക്കും കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം.